കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ. സമയം 1:45. ചിറ്റൂർ ഫാസ്റ്റിൽ പാലക്കാട് നിന്നുമാണ് ഇവിടെ എത്തിയത്. ആനക്കട്ടിക്ക് പോകുന്ന ചോല ബസ്സിൻ്റെ വിശേഷങ്ങൾ പകർത്താനാണ് അടുത്ത പ്ലാൻ. ചിറ്റൂർ ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ പുറകെ വരുന്നതാണ്. യാത്ര ആരംഭിച്ചാലോ ഇൻട്രോ പറയാനോ ബസ് സ്റ്റാൻഡ് കാണിക്കാനോ ഒന്നും സമയമില്ല. ചോറ് കഴിച്ചത് തന്നെ പകുതി പ്ലേറ്റിൽ അവസാനിപ്പിച്ച് ഓടി വരികയായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 1:50-നാണ് ബസ് എടുക്കുന്നത്. രാമനാട്ടുകര, കൊണ്ടോട്ടി, മഞ്ചേരി, പാണ്ടിക്കാട്, മേലാറ്റൂർ, ഭീമനാട്, കോട്ടോപ്പാടം, ചുങ്കം, മണ്ണാർക്കാട്, തെങ്കര, ആനമുളി, മുക്കാലി, കൽക്കണ്ടി, താവളം, ഗൂളിക്കടവ്, അഗളി വഴിയാണ് റൂട്ട്. 140 കിലോമീറ്റർ വിഷയമുള്ളത് കൊണ്ട് അഗളി വരെ ഓടാനേ കഴിയൂ. 5 മണിക്കൂർ 10 മിനിറ്റ് സമയമെടുക്കുന്ന യാത്രയാണ്. ബസ് ഫെയർ 145 രൂപയാണ് അഗളി വരെ. വലത് സൈഡിൽ കാണുന്നതാണ് കോഴിക്കോട് ലുലു മാൾ. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 3.5 കിലോമീറ്റർ യാത്ര ചെയ്യണം ലുലു മാളിലെത്താൻ. അഗളിയിൽ നിന്ന് രാവിലെ 7 മണിക്കാണ് സർവീസ് തുടങ്ങുന്നത്. കോഴിക്കോട് നിന്നും അട്ടപ്പാടിക്ക് പോകുന്ന ഒരേ ഒരു പ്രൈവറ്റ് ബസ്സാണ് ചോല. ആനക്കട്ടി കണക്ട് ചെയ്തുകൊണ്ട് ലോങ് സർവീസ് നടത്തുന്ന മറ്റൊരു വണ്ടിയാണ് SRP ഗുരുവായൂർ. പിന്നെ ചില പാലക്കാട് ബസ്സുകളും ഓടുന്നുണ്ട്. ഇത് നമ്മുടെ കണ്ടക്ടറും കൂടെയുള്ളത് ചിറ്റൂർ ഫാസ്റ്റിൻ്റെ ഓണർ മുസ്തഫാക്കായുമാണ്. ഇന്ന് ഡ്രൈവറായിട്ടുള്ളത് പോത്തൻ സാറാണ്. മേലാറ്റൂർ വഴിയും നല്ല സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ പുറകെ വരുന്ന ബസ്സുകാർ ഒച്ചപ്പാടുണ്ടാക്കും. സമയം കീപ്പ് ചെയ്ത് ഓടാതെ പറ്റില്ല. കേറി ചാലിയാർ പുഴയ്ക്ക് മുകളിലൂടെയാണ് പോകുന്നത്. ഹൗസ് ബോട്ട് ഫെസിലിറ്റിയൊക്കെയുള്ള റിവർ വേൾഡ് പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ പുഴയോട് ചേർന്ന്. പാലം കടന്ന് വലത്തേക്ക് ഫറോക്ക് സിറ്റിയിലേക്കും ഇടത്തേക്ക് പാലക്കാട് റൂട്ടുമാണ്. വലത് സൈഡിൽ ഫറോക്ക് ജുമാപ്പള്ളി കാണാം. രാമനാട്ടുകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ സമയം 2:20. പുതിയ സ്റ്റാൻഡിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമാണ് രാമനാട്ടുകര വരെ.
വഴി ആനക്കെട്ട് പോകുന്ന പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന പറമ്പിൽ ബസ്സാണ് ഓപ്പോസിറ്റ്. നാഷണൽ ഹൈവേ 66 രാമനാട്ടുകര മേൽപ്പാലമാണ് മുന്നിൽ. ഇടത്തേക്ക് കണ്ണൂർ കാണാം, വലത്തേക്ക് കോട്ടയ്ക്കൽ പൊന്നാനി ഭാഗത്തേക്കും. നേരെയാണ് പാലക്കാട് റൂട്ട്. പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് പോകുന്ന തവക്കലാണ് വരുന്നത്. ആ ബസ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കൊളത്തൂർ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള റൂട്ടാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം കാണും. എടത്തനാട്ടുകരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന മാസ് എന്ന പേരുള്ള ബസ്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിനുള്ളിലാണ് ഇപ്പോൾ. സമയം 2:41. കൊണ്ടോട്ടി ടൗണിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം അകലെയാണ് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ റൂട്ടിലെ മുസ്ലിം പള്ളികളൊക്കെ കാണാൻ നല്ല ചന്തമാണ്. കോടങ്ങാട് ജുമാ മസ്ജിദാണ് വലതു സൈഡിൽ. വള്ളുവമ്പ്രം ജംഗ്ഷനിൽ നിന്നും ഇടതു തിരിഞ്ഞാണ് മഞ്ചേരിക്ക്. നേരെ മലപ്പുറം റൂട്ടാണ്. പാലക്കാടേക്ക് പോകുന്ന മെയിൻ നാഷണൽ ഹൈവേ 966 റൂട്ടാണ് അത്. നമ്മൾ മഞ്ചേരി, പാണ്ടിക്കാട്, മേലാറ്റൂർ വഴി ചുങ്കത്ത് വച്ച് ആ റോഡിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നതാണ്.
പത്ത് മിനിറ്റത്തെ ബ്രേക്ക് ഉണ്ട് ഇവിടെ. 50ഓളം വർഷം പഴക്കമുള്ള പെർമിറ്റാണ് ചോലയുടേത്. ആദ്യം തൗഫീക്ക്, കുരിക്കൾ, രാജീവം എന്നീ പേരുകളിൽ, പിന്നീട് സെഞ്ചുറി. മുതലാളിമാർ പലവട്ടം മാറിയെങ്കിലും സെഞ്ചുറി എന്ന പേരിൽ തന്നെയായിരുന്നു കൂടുതലും ഓടിയിരുന്നത്. അതൊരു കാലഘട്ടമായിരുന്നു. പിന്നീട് നെയ്യൻസ്, സന എന്നീ പേരുകളിലും ഇപ്പോൾ 7 വർഷത്തോളമായി ചോല എന്ന പേരിലും ഓടുന്നു. 1:50 കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ച് രാമനാട്ടുകരയും കൊണ്ടോട്ടിയും മഞ്ചേരിയും പാണ്ടിക്കാടും കടന്ന് 4:50 മണ്ണാർക്കാട് എത്തിയാൽ പിന്നെ ചെറിയ ബ്രേക്കാണ്. മണ്ണാർക്കാട് നിന്ന് 5:10 എടുത്താൽ പിന്നെ തെങ്കര, ആനമോളി വഴി അട്ടപ്പാടി ചുരം കയറണം. 10-12 ഹെയർപിൻ വളവുകളുണ്ട്. ചുരം കയറി മുകളിലെത്തിയാൽ സൈലൻറ്റ് വാലിയും ഭവാനിപ്പുഴയും മല്ലീശ്വരൻ ടെമ്പിളും സെഹിയോൻ ധ്യാനകേന്ദ്രവും പിന്നിട്ട് താവളത്തെത്തുന്നു. അവിടെ നിന്ന് കാവുണ്ടിക്കൽ മല കയറി ഇറങ്ങി ഗൂളിക്കടവിലൂടെ 7 മണിക്ക് അഗളിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. 140 കിലോമീറ്റർ തടസ്സമില്ലായിരുന്നെങ്കിൽ ഈ ബസ്സിൽ തന്നെ നമുക്ക് ആനക്കട്ടി തമിഴ്നാട് അതിർത്തി വരെ പോകാമായിരുന്നു. പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ നല്ല മഴയാണ്. ആദ്യകാലത്ത് 4 ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ഈ പ്രദേശമെന്നും പണ്ടുകാലത്ത് പാണ്ടി എന്നാൽ ചങ്ങാടമാണെന്നും മറുകരയിലെത്താൻ ചങ്ങാടത്തിൽ സഞ്ചരിക്കണമായിരുന്നതുകൊണ്ട് ഇവിടം പാണ്ടിക്കടവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ പാണ്ടിക്കടവ് കാലാന്തരങ്ങളിൽ പാണ്ടിക്കാടായി മാറിയെന്നും പറയപ്പെടുന്നു. ഈ കഥകളൊക്കെ വിക്കിപീഡിയ പറയുന്നതാണ്. ഇതിൽ സത്യമുണ്ടോ എന്നറിയാവുന്നവർ കമൻ്റ് ഇടണം. മാളിനുള്ളിൽ പോയതാലുണ്ട്, മാളിനെ ഷോപ്പിംഗ് മാളിനുള്ളിൽ പോയതാലുണ്ടോ. ഒലിപ്പുഴയും വെള്ളിയാറും സംഗമിച്ച് കടലുണ്ടിപ്പുഴയായി മാറുന്നത് പാണ്ടിക്കാടിനടുത്ത് വെച്ചാണ്. മലബാർ കലാപത്തിൻ്റെയും ഖിലാഫത്ത് പോരാട്ടങ്ങളുടെയും ഒക്കെ ഒത്തിരി ചരിത്രം പറയാനുണ്ട് പാണ്ടിക്കാടിന്. മഴ കാരണം കുറേ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തരമില്ല. യാത്രാവിശേഷങ്ങളെ പഴയ പേര് സോള പേര്. മേലാറ്റൂർ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ തന്നെ ഭാഗമാണ് ഈ പ്രദേശം.
മേലാറ്റൂർ എന്നാൽ ആറിൻ്റെ മേലെയുള്ള ഊരെന്ന് വേണേൽ പറയാം. വെള്ളിയാറിൻ്റെ തീരത്താണല്ലോ ഈ പട്ടണമുള്ളത്. ആദ്യം ഇവണ്ണേന് പേര് ഉച്ചാരക്കടവ് പാലം കടന്നാണ് പോകുന്നത്. താഴെ കടലുണ്ടിപ്പുഴയുടെ പോഷക നദിയായ വെള്ളിയാറാണ്. നാഷണൽ ഹൈവേ 966 പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. വലത്തേക്ക് പെരിന്തൽമണ്ണയ്ക്കും ഇടത്തേക്ക് മണ്ണാർക്കാടിനുമാണ്. സ്ഥലം ചുങ്കം ജംഗ്ഷനാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലകൾ പാസ് ചെയ്ത് പാലക്കാട് ജില്ലയിലൂടെയാണ് ഇനി നമ്മുടെ മുഴുവൻ യാത്രയും. കല്ലടി കോളേജ് ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് എത്തുമ്പോൾ സമയം 4:50. 5:10 ഇവിടെ നിന്ന് എടുക്കുന്നത്. കട്ടപ്പനയിൽ നിന്നും ആനക്കട്ടിക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് സ്റ്റാൻഡിലുണ്ട്. ഈ ബസ് 2:20 മണ്ണാർക്കാട് പാസ് ചെയ്യേണ്ട വണ്ടിയാണ്. മണ്ണാർക്കാട് നിന്നും ഓരോ 15 മിനിറ്റിലും ഒരു ബസ് വെച്ച് ആനക്കട്ടിക്ക് പോകുന്നുണ്ട്. മണ്ണാർക്കാട് നിന്ന് ആദ്യത്തെ ആനക്കട്ടി ബസ് രാവിലെ 4:50 ലാസ്റ്റ് ബസ് രാത്രി 7:30 രണ്ടും KSRTC ബസ്സുകളാണ്. മണ്ണാർക്കാട് നിന്ന് ഏകദേശം 53 കിലോമീറ്റർ ദൂരമുണ്ട് ആനക്കട്ടിക്ക്. കുറഞ്ഞത് 2.5 മണിക്കൂർ സമയമെടുക്കുന്ന യാത്ര. നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്കാണ് അട്ടപ്പാടി റൂട്ട്. നേരെ പാലക്കാടേക്കാണ്. നെല്ലിപ്പുഴ ജുമാപ്പള്ളിയാണ് മുന്നിൽ. പാലക്കാടേക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ വലതു സൈഡിലാണ് KSRTC ഡിപ്പോ. ആ കാണുന്ന മേഘപാളികൾക്കിടയിലൂടെ മല കയറി വേണം പോകാൻ. റോഡ് പണി പാതി വഴിയിലെത്തിയതേ ഉള്ളൂ. ആനക്കട്ടി വരെ ഡബിൾ ലൈൻ റോഡ് വരാൻ എടുക്കുന്ന കാലതാമസം അട്ടപ്പാടിക്കാരെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തുല്യമാണ്. 90കളിലെ തല്ലിപ്പള്ളി റോഡാണ് ഇന്നും ഇവിടെ. മണ്ണാർക്കാട് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനമൂളി ചെക്ക് പോസ്റ്റിലെത്താം. അവിടെ നിന്നും ചുരം കയറ്റമാണ്. ചുരം കയറ്റമാണ് ഇനി. 10-12 ഹെയർപിൻ വളവുകൾ അടങ്ങുന്ന റൂട്ടാണ്. മണ്ണാർക്കാട് നിന്ന് ജെല്ലിപ്പാറ വഴി സ്വർണ്ണകഥ എന്നൊരു വില്ലേജിലേക്ക് സർവീസ് നടത്തി തിരികെ വരുന്ന KSRTC ബസ്.
നല്ല മഴ പെയ്യുന്ന സമയത്താണ് വരുന്നതെങ്കിൽ ഈ പാറയുടെ മുകളിൽ നിന്നും വെള്ളം വീഴുന്നത് കാണാൻ ഒത്തിരി സഞ്ചാരികൾ ഉണ്ടാകും ഇവിടെ. കോടയും മഞ്ഞുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് 10ാം വളവിലേക്ക് എത്തിയിരിക്കുകയാണ്. അട്ടപ്പാടിയുടെ മുഖം വ്യക്തമാക്കുന്ന രീതിയിലൊരു ചുവർ ചിത്രം കാണാം ഇവിടെ. അട്ടപ്പാടി ഗോത്രഭാഷയിൽ നമ്മുടെ അട്ടപ്പാടി എന്ന് എഴുതിയിരിക്കുന്നതും കാണാം ഇവിടെ. പ്രധാനമായും മാലിന്യം തള്ളരുതെന്നുള്ള ഒരു മെസ്സേജ് നൽകാൻ കൂടിയാണ് വനം വകുപ്പിൻ്റെ ഈ ഇനിഷ്യേറ്റീവ്. ഈ പെയിൻറ്റിങ്സ് ടൂറിസ്റ്റുകളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സെൽഫി എടുക്കുന്നവരുടെ വലിയ തിരക്കുമുണ്ട് ഇവിടെ. നിലാമഴയിൽ പാടുമ്പോൾ കറക്റ്റ് പാട്ടിട്ട് തന്ന ഡ്രൈവറെ പ്രശംസ കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു യാത്രക്കാരിൽ ചിലർ. ചുരം കയറി ബസ് മുക്കാലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് കഴിഞ്ഞുള്ള ആദ്യ ഗ്രാമമാണ് മുക്കാലി. ഇവിടെ പരമ്പരാഗത പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രമൊക്കെയുണ്ട്. മുക്കാലി ടൗണിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞു വേണം
സൈലൻറ്റ് വാലിയിലേക്ക് പോകാൻ. ഇവിടെ നിന്നും 23 കിലോമീറ്റർ ദൂരം യാത്രയുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മഴക്കാടുകളുള്ള പ്രദേശം. മുക്കാലിയിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീപ്പിൽ വേണം പോകാൻ. ഉടനെ എത്തുന്നത് കക്കുപ്പടിയിലേക്കാണ്. ബസ് ഇപ്പോൾ കൽക്കണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. വലത്തേക്ക് പോയാൽ ജെല്ലിപ്പാറ വഴി കൂളിക്കടവിലേക്കുള്ള റോഡാണ്. അവിടെ നിന്നും ആനക്കട്ടിയിലേക്ക് എത്താം. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡ് വഴിയാണ് പോകുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന മൊഞ്ചത്തി ബസ് ജെല്ലിപ്പാറ വഴിയാണ്. ആ റൂട്ട് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഒരു പ്രൈവറ്റ് ബസ്സും ഒരു KSRTC ബസ്സും മാത്രം ഓടുന്ന കിടിലം റൂട്ടാണ്. മൊഞ്ചത്തി ബസ് രാവിലെയും വൈകിട്ടും ചോലയ്ക്കൊരു കണക്ഷൻ പോലെയാണ് ഓടുന്നത്. ഇപ്പോൾ നമ്മൾ ഭവാനിപ്പുഴയുടെ സൈഡിലൂടെയാണ് യാത്ര. ശരിക്കും പുഴയുടെ വ്യൂ കാണാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ഉള്ളത് പാക്കുളം ബസ് സ്റ്റോപ്പിലാണ്. കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എത്തും. ചെമ്മണ്ണൂർ ഓർത്തഡോക്സ് ദേവാലയമാണ് വലതു സൈഡിൽ. ശിവരാത്രി മഹോത്സവം വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരു അമ്പലമാണ് വലതു സൈഡിൽ കാണുന്ന മല്ലീശ്വരൻ ടെമ്പിൾ. ഭവാനിപ്പുഴയുടെ മനോഹര ദൃശ്യം കാണാൻ കഴിയുന്ന പാക്കുളം ബസ് സ്റ്റോപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. അട്ടപ്പാടിയിലെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. പാലം കടന്നു പോയാൽ മുള്ളി റോഡിലേക്ക് എത്താൻ കഴിയും. ഊട്ടി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി മേട്ടുപ്പാളയം വഴി തമിഴ്നാട്ടിലെ ഭവാനിയിൽ വെച്ച് കാവേരി നദിയിൽ ലയിക്കുന്ന കാവേരിയുടെ ഒരു പ്രധാന കൈവഴിയാണ് ഈ പുഴ. കേരളത്തിലൂടെ കിഴക്കോട്ടൊഴുകുന്ന ചുരുക്കം ചില നദികളിൽ ഒന്നാണിത്. പുഴയുടെ തീരത്തു കൂടി തന്നെയാണ് അങ്ങ് താവളം വരെയുള്ള നമ്മുടെ യാത്ര. വലതു സൈഡിലാണ് അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രം. അതിനോട് ചേർന്ന് പുതിയതായി പണി കഴിപ്പിച്ച പുതിയ ഒരു ദേവാലയവുമുണ്ട്. താവളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. താവളം ടൗണിൽ നിന്ന് ഇടത്തേക്ക് പോയാൽ തമിഴ്നാട് അതിർത്തി ഗ്രാമമായ മുള്ളിയിലേക്ക് പോകാൻ കഴിയും. കാവുണ്ടിക്കലിൽ നിന്നും ഇനി മലയിറക്കമാണ്. 2-3 ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങാനുണ്ട്. അടുത്ത ടൗൺ ഗൂളിക്കടവാണ്. പ്രൈവറ്റ് ബസ്സുകൾ എല്ലാം തന്നെ രാവിലെ ആനക്കട്ടിയിൽ നിന്ന് സർവീസ് ആരംഭിച്ച് വൈകിട്ട് ആനക്കട്ടിയിൽ ഹാൾട്ടാക്കുന്ന പോലെയാണ് ഓടുന്നത്. രാവിലെ 5:30 മണിക്ക് കട്ടപ്പന ഫാസ്റ്റാണ് ആദ്യ ബസ്. അത് കഴിഞ്ഞാൽ 6:20 ഗുരുവായൂർ
SRP. രാവിലെ 7 മണിക്കാണ് ചോല കോഴിക്കോട് സർവീസ് ആരംഭിക്കുന്നത്. ഗൂളിക്കടവിലാണ് ബസ്സിൻ്റെ ഹാൾട്ടും ജീവനക്കാരുടെ സ്റ്റേ റൂമൊക്കെ ഉള്ളത്. ആനക്കട്ടിയിലെത്തിയാൽ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റിയ നിരവധി റിമോട്ട് വില്ലേജുകളുണ്ട്. ചിറ്റൂർ, ജെല്ലിപ്പാറ, ഷോളയൂർ, കോഴിക്കുടം, സ്വർണ്ണഗദ്ദ, മൂലാങ്കൽ, മുള്ളി, ഉമ്മത്താൻപടി, പുതൂർ തുടങ്ങിയ വില്ലേജ് റൂട്ടുകൾ കൂടി കാണാൻ ശ്രമിക്കണം. ഇവയിൽ ചിലതെങ്കിലും പകർത്തണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പമ്പിലാണ് ബസ് ഹാൾട്ട് ചെയ്യുന്നതും ഡീസൽ അടിക്കുന്നതും. ഉടനെ ഗൂളിക്കടവ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വലത്തേക്കൊരു റോഡ് പോകുന്നുണ്ട്. അതിലൂടെ ജെല്ലിപ്പാറയ്ക്കും ചിറ്റൂർ, കോഴിക്കുടമൊക്കെ പോകാൻ കഴിയും. ഗൂളിക്കടവിൽ അത്യാവശ്യം നല്ല 1-2 ലോഡ്ജുകളൊക്കെയുണ്ട്. ഇടതു സൈഡിൽ മനോഹരമായ ക്രിസ്ത്യൻ ദേവാലയം കാണാം. ഗുരുവായൂരിൽ നിന്ന് ആനക്കട്ടിക്ക് വന്ന SRP ആണ് വലതു സൈഡിൽ. രാവിലെ 6:20-നാണ് അഗളിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗളിയിൽ ട്രിപ്പ് അവസാനിപ്പിക്കുമ്പോൾ സമയം 7 മണി. ആനക്കട്ടിയിലേക്ക് 16 കിലോമീറ്റർ കൂടി പോകണം. 140 കിലോമീറ്റർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആനക്കട്ടിക്ക് പോകാൻ അനുവാദമില്ല. അടുത്ത വീഡിയോയിൽ ഗൂളിക്കടവിൽ നിന്നും ജെല്ലിപ്പാറ വഴി മുക്കാലിയിലേക്ക് പോകുന്ന മൊഞ്ചത്തി ബസ്സിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.